നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നോക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുമാത്രം സങ്കടങ്ങളാണ് നമ്മുടെ ചുറ്റും. ഈ വലിയ ഭൂമിയിൽ, വലിയ ഭൂമിയല്ലേ, ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമാണ്. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചിലർ പറയും 6 അടി മണ്ണെങ്കിലും സ്വന്തമായിട്ട് വേണ്ടതെന്ന്. 6 അടി മണ്ണ് മരിച്ചു കഴിയുമ്പോൾ കുഴിച്ചിടാനാണ്. മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും കുഴിച്ചിട്ടുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ മണ്ണ് വേണ്ടത്, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ മണ്ണ് വേണ്ടത്. ഒരു സ്ഥലമുണ്ടായി, ആ സ്ഥലത്തൊരു 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു അഭയസ്ഥാനമുണ്ടാക്കി കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ച് ആ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു അഭയമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തവരുടെ സങ്കടം എത്ര വലുതാണ്. എന്തെല്ലാം സങ്കടങ്ങളാണ്. ഒരു കുടുംബത്തിലേക്ക് ഒരു രോഗം കടന്നു വന്നാൽ, മാരകരമായ ഒരു രോഗം ഇപ്പോൾ കടന്നു വന്നാൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ തലമുറകളെ പോലും കടക്കണിയിലാക്കുന്ന തരത്തിലുള്ള ചികിത്സാ ചെലവാണ് ലോകത്തിൽ. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം അവരുടെ എല്ലാം കുടുംബത്തിലെ വിഷയം എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ, ആരുടെയൊക്കെ വീട്ടിലെ കാര്യമാണ് എന്ന് വിചാരിക്കാം. പക്ഷെ നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത് നമ്മുടെ സ്വന്തം സങ്കടം കൂടിയായി നമ്മുടെ നാട്ടിൽ പരിഹാരമുണ്ടാകുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ നമുക്ക് കഴിയണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും സർക്കാരുകൾക്ക് മാത്രമായി, കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ലോക്കൽ ബോഡികൾക്കോ മാത്രമായി ഈ ഒരു വലിയ ദൗത്യം, ഈ ഒരു വലിയ മിഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഒരുപാട് സംഘടനകൾ ഉണ്ടാകണം. ഇതുപോലെ ഹൃദയശുദ്ധിയുള്ള, മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഉണ്ടാകണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തെല്ലാമാണെന്ന് ചെയ്യേണ്ടതെന്ന്. രാത്രി കിടക്കാൻ നേരത്ത് അന്നത്തെ ദിവസമുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം, നമ്മളെ കാണാൻ വന്ന വീടില്ലാത്തവർക്ക്, ഭൂമിയില്ലാത്തവർക്ക്, രോഗികളായ ആളുകൾക്കൊക്കെ അവരർഹിക്കുന്ന തരത്തിലുള്ള സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പല ദിവസങ്ങളിലും രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാം വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ സംതൃപ്തിയാണ്, വലിയൊരു സന്തോഷമാണ്. ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ, ഞാൻ ഓർക്കുകയായിരുന്നു, പ്രളയമുണ്ടായി അവിടെ 2018 പ്രളയത്തിൽ ഏറ്റവും മുങ്ങിയത് പറവൂരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രളയത്തിൽ മുങ്ങിയ സ്ഥലം. എത്രമാത്രം ആളുകളാണ് നമുക്ക് പരിചയമില്ലാത്തവർ, എത്രയോ ദൂരങ്ങളിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ വാഹനങ്ങളുമായി അരിയും പഞ്ചസാരയും സാധനങ്ങളുമായി, ഭക്ഷണ സാധനങ്ങളുമായി എത്തിയത്. എത്രയോ പേരാണ് വാഹനങ്ങളിൽ വെള്ളവുമായി, കുടിവെള്ളവുമായി എത്തിയത്. എത്ര പേരാണ് അവർക്ക് ഉടുക്കാനുള്ള വസ്ത്രവുമായി എത്തിയത്. വാശിയോടുകൂടിയാണ് ഭക്ഷണവുമായിട്ട് ആളുകൾ വന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെ എത്രയോ ആളുകൾ. അതിനുശേഷം ഒരു പുനരധിവാസ പ്രക്രിയ തുടങ്ങിയപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ എത്രയോ പേർ, എത്രയോ നല്ല മനുഷ്യർ വന്നു. എത്രയോ നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അത് അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊരു വലിയ മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടാകണം. അത് ആഗ്രഹിച്ചിട്ടാണ് ഈ ബജറ്റിൽ സർക്കാർ വൺ കേരള കരുതൽ മിഷൻ എന്നുള്ളൊരു മിഷൻ പ്രഖ്യാപിച്ചത്. അതിനൊരു വലിയൊരു ഫണ്ട് ഉണ്ടാക്കും, തീർച്ചയായിട്ടും വലിയൊരു ഫണ്ട് ഉണ്ടാകും. അതോടൊപ്പം ഇതുപോലെ നന്നായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ചേർത്ത് പിടിക്കും, അവർക്ക് കൂടി പിന്തുണ കൊടുക്കും. കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പിൻബലമാകും. ഇതിനൊറ്റ 2 കാര്യങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരാൾ 1000 രൂപ നൽകിയാൽ 1000 രൂപയും ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തും. 1 രൂപ പോലും കുറയില്ല, ഒരു കട്ടുണ്ടാവില്ല. ആ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കും. അങ്ങനെ ചിലവൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കും. ഒരു ഡോണർ കൊടുക്കുന്ന പൈസ മുഴുവനായി 1 രൂപ പോലും മാറാതെ ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തും. 1. 2, താൻ കൊടുക്കുന്ന തുക ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അയാൾ അർഹനായ ആളാണോ എന്ന് ഈ കൊടുക്കുന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സംവിധാനം, അയാൾക്ക് നോക്കാൻ കഴിയുന്ന, വളരെ ആക്സസ് ഉള്ള, ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവിധാനം. ഇത് ഏത് അർഹരായ കുടുംബത്തിനാണോ, അർഹനായ ഒരാൾക്കാണോ ഈ ചികിത്സാ സഹായം കിട്ടിയത്, അല്ലെങ്കിൽ ഒരു വീട് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടിയത് എന്ന് കൊടുക്കുന്നയാളെ കൂടി നമ്മൾ ബോധ്യപ്പെടുത്തും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ സഹായം നമുക്കുണ്ടാകും.
ഈ കരുതലിന്, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതിന് കേരളം ഈ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും ചേർന്ന്, ഒരുമിച്ച് ചേർന്ന് അത് മാറണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനൊരു തുടക്കമായിട്ടാണ് അതിനൊരു നിയമനിർമ്മാണം ഉണ്ടാകും. വൺ കേരള കരുതൽ മിഷൻ, കേരളം മുഴുവൻ ഒന്നായി കാണുന്ന ഒരു കരുതൽ മിഷൻ. ഒരാളും ഒറ്റപ്പെട്ടു എന്ന് തോന്നരുത്. നമ്മൾ അതുകൊണ്ടാണ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പുണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യം. അത് മുഴുവൻ കെയർ അല്ല, അവരെ കുറേ കൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ പദ്ധതി. പക്ഷേ അതിൽ കെയറുള്ള കൊടുക്കേണ്ട ആളുകൾക്ക്, അവർക്ക് പ്രത്യേകമായി ഏറ്റവും പ്രായമായ ആളുകൾക്ക് ഉണ്ടാകും. പല കുടുംബങ്ങളിലും ഒറ്റപ്പെടലുകളാണ്, അല്ലേ, ഏകാന്തതയാണ്. ആ ഏകാന്തത അവരെ മാനസികമായ വിഷമത്തിലേക്ക് എല്ലാം കടത്തിക്കൊണ്ടു പോകുന്നു. നമുക്ക് കേരളത്തിൽ പ്രായമായ ഒരാളും തനിച്ചാണ് എന്ന് തോന്നരുത്. നമ്മളെല്ലാം കൂടെയുണ്ട് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ കെയർ ഗീവർ കോഴ്സ്, കെയർ ഗീവർ ഉണ്ട്, യൂറോപ്പിലൊക്കെ പോയാൽ അറിയാം. അതിൻ്റെ ഒരു കോഴ്സ് കേരളത്തിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും പ്രധാനപ്പെട്ട ആശുപത്രികളിലും തുടങ്ങിയാണ്. ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുന്നവരെ, പണമുള്ളവർക്ക് അവരെ വയ്ക്കാം. ട്രെയിൻഡാണ്, വെൽ ട്രെയിൻഡാണ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ ട്രെയിൻഡാണ്. പണമില്ലാത്തവർക്ക് നമുക്ക് ലോക്കൽ ബോഡിയും ഗവൺമെൻറ്റും നമ്മുടെ പോലത്തെ സംഘടനകളുമായി ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് ആ സഹായം, രാവിലെ കാപ്പി കുടിച്ചോ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ, കുളിച്ചോ, ഭക്ഷണം കഴിച്ചോ, സുഖമാണോ, മരുന്ന് കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ ഒരാൾ, ഈ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക്, ചില കുടുംബങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രായമായ ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അവരെ കൂടി അന്വേഷിക്കാൻ, തനിച്ചല്ല, ഞങ്ങൾ തനിച്ചല്ല എന്നവരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നല്ല മനുഷ്യരുള്ള ഈ നാട്ടിൽ ഒരുപാട് പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രമിച്ചാൽ നമുക്കത് മറികടക്കാൻ കഴിയും. ഞാൻ ഓർഫനേജിൽ താമസിക്കുന്നവരെക്കുറിച്ച് 2 പുസ്തകങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വായിച്ചു. ഒന്ന് പാരീസിലൊരു അധ്യാപകനാണ്, സി ബാബു എബ്രഹാം, കമ്പളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ +2-ന് A+ കിട്ടിയ കുട്ടികൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് അത് ഭയങ്കര ബെസ്റ്റ് സെല്ലറായി. ഇപ്പോൾ ഏകദേശം 1,00,000 പുസ്തകത്തെ മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അദ്ദേഹം വലിയ നിലയിലേക്ക് പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ, ഒരു അനാഥാലയത്തിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട്. രണ്ടാമത് ഞാൻ തന്നെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞ മാസം. അതൊരു IAS-കാരൻ്റെയാണ്. ഓർഫനേജിൽ താമസിച്ച് അവിടെ നിന്ന് പഠിച്ച് കേരളത്തിലെ IAS-കാരനായി മാറിയ അബ്ദുൽ നാസറിൻ്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹം ഓർഫനേജിലായിരുന്നു, മലപ്പുറത്ത്. ഒരു വലിയ മനുഷ്യൻ ഓർഫനേജിൽ, മൊയ്തീൻ അജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ തുടങ്ങിയ ഓർഫനേജിൽ അവിടെ താമസിച്ച് അവിടെ നിന്ന് പഠിച്ച് പുറത്ത് ജോലി കിട്ടി. പിന്നെ പോയി സിവിൽ സർവീസ് കോഴ്സിന് ചേർന്ന് സിവിൽ സർവീസ് കിട്ടി. നല്ല മിടുമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ അബ്ദുൽ നാസർ. അദ്ദേഹം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ വർഷം 2 പുസ്തകങ്ങൾ അത് വായിച്ചു. കാരണം അവരെല്ലാം നല്ല ഉയരങ്ങളിലേക്ക് പോയി. അവരുടെ അനുഭവങ്ങൾ, ജീവിതത്തിലെ ബാല്യകാലത്ത് ഉണ്ടായ സങ്കടങ്ങളും അനുഭവങ്ങളും എല്ലാം ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുന്നു. ഞാനൊരു 3ാമത് പുസ്തകം അതുപോലെ വായിച്ച സന്തോഷത്തിലാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം അവിടെ ഈ നമ്മുടെ ദാറുലും യതീംഖാനയിൽ താമസിച്ച അവരെല്ലാവരും ചേർന്ന് ഈ 8 പേർക്ക്, അല്ലേ, 4000 സ്ക്വയർ ഫീറ്റിൽ പുതിയ വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു അഭയസ്ഥാനം 8 കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഈ ചടങ്ങിൽ അവരെ ഒരിക്കൽ കൂടി കൊച്ചിൻ ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്